പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം പ്രശ്നം ഗുരുതരമാകും എന്ന് അറിഞ്ഞു കഴിയുമ്പോഴേക്കും വേണു ആദർശിൻ്റെയും നയനയുടെയും കാല് പിടിക്കാൻ ചെല്ലുന്നുണ്ട്. വേണു പറയുവാണ്, കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയാം, പക്ഷേ ഈ കേസിൽ നിന്ന് എന്നെ ഒന്ന് ഊരി തരണമെന്ന് പറയുക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, തൻ്റെ സ്വഭാവം എന്താണ് എന്ന് എനിക്കറിയാം. ഒരിക്കലും അനന്തപുരിയിലേക്ക് കയറി വരാൻ യോഗ്യതയില്ലാത്ത ഒരാളായിരുന്നു നിങ്ങളുടെ മോള്. അതുകൊണ്ടാണല്ലോ പിടിച്ച് പിടിയാലെ അങ്ങോട്ട് കയറ്റി വിട്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്ദുവും പറയുന്നുണ്ട്, ആ നെക്ലേസിൻ്റെ പേരിൽ ഒരുപാട് അപമാനിക്കപ്പെട്ടു ഞാനും എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ചേച്ചിമാരും ഒക്കെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനകത്ത് ഇത്രയും ഇൻട്രസ്റ്റ് എടുത്ത് അന്വേഷിച്ചതെന്ന് നന്ദുവും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആദർശം നയനയുടെ വീട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അനാമിക പൊട്ടിത്തെറിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അനാമിക പറയുവാണ്, നന്ദുവിനെ പോലെ ഒരു പോലീസ് ഓഫീസർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ കേസ് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്ന്. ഇതുപോലുള്ള അനാമികയുടെ പറച്ചിൽ കേട്ട് സഹികെട്ട് ആദർശ് പറയുന്നുണ്ട്, ഒരു കുടുംബം തകരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പലതും സഹിക്കുന്നുണ്ട്. പിന്നെയും ഞങ്ങളുടെ തലയിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതികരിച്ചെന്നിരിക്കും, എല്ലാം തുറന്നു പറഞ്ഞെന്നിരിക്കും. അങ്ങനെയൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇവളുടെ അച്ഛനും ഒക്കെ ഉത്തരം പറയേണ്ടി വരുന്നത് കോടതിയിൽ വെച്ചായിരിക്കും എന്ന് പറയും കേട്ടോ. അന്നേരം അനാമികയ്ക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയാണ് പ്രൊമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.